നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ബ്യൂട്ടി ബ്ലോഗിലൂടെയാണ് ജാസ്മിൻ ജാഫർ എന്ന 23-കാരി ആദ്യം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ജാസ്മിന്റെ വീഡിയോകളെല്ലാം വൈറലായി മാറാൻ തുടങ്ങി. വൈകാതെ യൂട്യൂബിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയും ജാസ്മിന് ലഭിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിൽ എത്തുന്നത്. ആ സീസണിലെ പ്രധാന ചർച്ചയാകാനും ജാസ്മിന് കഴിഞ്ഞു. ഒരുപക്ഷെ സീസൺ 6 അറിയപ്പെടുന്നത് തന്നെ ജാസ്മിന്റെ പേരിലാണെന്ന് പറയേണ്ടി വരും. സഹമത്സരാർത്ഥിയായ ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദമായിരുന്നു പുറത്ത് വലിയ ചർച്ചയ്ക്ക് കാരണമായത്. ജാസ്മിൻ ജാഫറിന് ഷോയ്ക്ക് ശേഷം വെറുപ്പാണ് ഏറ്റവും അധികം ലഭിച്ചത്. ഭൂരിഭാഗം പ്രേക്ഷകർക്കും ജാസ്മിന്റെ ഗെയിമിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഉറപ്പിച്ചു വെച്ചിരുന്ന ജാസ്മിന്റെ വിവാഹം വരെ മുടങ്ങി. എന്നാൽ എല്ലാവരും തനിക്കെതിരെ തിരിഞ്ഞിട്ടും ജാസ്മിൻ ജീവിതം തിരിച്ചു പിടിച്ചു. ബിഗ് ബോസ് താരം കൂടിയായതിനാൽ ഇപ്പോൾ കൈനിറയെ വർക്കുകളും ഉദ്ഘാടനങ്ങളും എല്ലാമായി ജാസ്മിൻ തിരക്കിലാണ്. ബിഗ് ബോസിന് ശേഷം താരത്തിന്റെ യൂട്യൂബ് ചാനൽ കൂടുതൽ വളർന്നിട്ടുണ്ട്. 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് ഇപ്പോൾ ജാസ്മിന്റേത്. പുതിയ വീഡിയോയിൽ വെറുപ്പിനെ മറികടന്ന് തന്റെ യൂട്യൂബ് ഫാമിലി വലുതായതിന്റെ സന്തോഷം ജാസ്മിൻ പങ്കിടുന്നുണ്ട്. ഒപ്പം കൊല്ലത്ത് നിന്ന് കുടുംബത്തെ വിട്ട് കൊച്ചിയിലേക്ക് ചേക്കേറിയതിന്റെ കാരണവും ജാസ്മിൻ വെളിപ്പെടുത്തി. കൊച്ചിയിൽ ഒരു പുതിയ ഫ്ളാറ്റ് എടുത്ത് ഒറ്റയ്ക്കാണ് ജാസ്മിന്റെ താമസം. എല്ലാവിധ സഹായവും പിന്തുണയുമായി സുഹൃത്തുക്കളായ റസ്മിനും ഗബ്രിയും എല്ലാം ഉണ്ട്. 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സായി 2 വർഷം കൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ ഞാൻ എത്തിയത്. ഇപ്പോൾ കാണുന്ന ജാസ്മിൻ ജാഫറിനെ വളർത്തിയെടുത്തത് സോഷ്യൽ മീഡിയയാണ്. ഒരുപാട് കാരണം കൊണ്ട് ടിക്ടോക്ക് കാലം മുതൽ ഞാൻ പലതവണ സോഷ്യൽ മീഡിയ നിർത്തിപ്പോയിട്ടുണ്ട്. എന്നാൽ പിന്നെയും വിധി എന്നതുപോലെ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഞാൻ സോഷ്യൽ മീഡിയയിലെത്തി. ചാനലിൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞ ശേഷമാണ് ഞാൻ ബിഗ് ബോസിൽ പോയത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് തന്നെയാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത്. അതിനുശേഷം നല്ലതും ചീത്തയുമായ ഒരുപാട് മാറ്റങ്ങൾ എനിക്കുണ്ടായി. എന്റെ ക്വാളിറ്റിയും എന്റെ മോശമായ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ ബിഗ് ബോസിൽ പോയിരുന്ന സമയത്ത് എന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് 10 ലക്ഷം എന്നതിൽ കുറവ് വരുത്തണമെന്നൊക്കെ പലരും കമന്റ് ചെയ്തിരുന്നു. എന്റെ ഇൻസ്റ്റാഗ്രാം അൺഫോളോ ചെയ്യണം എങ്ങനെയും കമന്റുകൾ ഉണ്ടായിരുന്നു. ചാനൽ അടിച്ചു കളയണം, റിപ്പോർട്ട് അടിക്കണമെന്നുമെല്ലാം കമന്റുകൾ. അവിടെ നിന്ന് ഞാൻ 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി. ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ളപ്പോഴും അതിനും അപ്പുറമായി സ്നേഹിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചത്. വലിയൊരു അച്ചീവ്മെന്റ് ആണ് എനിക്കിത്. എന്റെ സോഷ്യൽ മീഡിയ ലൈഫ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. പക്ഷേ ഫെയിം, പൈസ എന്നതിലേക്ക് ഞാൻ എത്തിയത് ഇപ്പോഴാണ്. സ്നേഹിച്ചവരോടും വെറുത്തവരോടും എനിക്ക് നന്ദിയുണ്ട്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ഡൗൺ ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ അധികം ഇടാതിരുന്നത്. വർക്കിന് വേണ്ടിയാണ് കൊച്ചിയിലേക്ക് താമസം മാറ്റിയത്. കൊച്ചിയിൽ നിന്നല്ലേ വർക്കുകൾ കിട്ടുകയുള്ളൂ. വീട്ടിൽ നിന്നാൽ വർക്ക് ചെയ്യുമ്പോൾ യാത്ര ചെയ്തു വരിക എന്നത് ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് നിന്നൊന്നും ഒട്ടും ശീലമില്ലാത്തയാളാണ്. ഹോം സിക്നസ്സും ഉണ്ട്. അതിൽ നിന്നെല്ലാം മാറാൻ സഹായിച്ചത് ബിഗ് ബോസ് ആണ്. കൊച്ചിയിലെ ജീവിതം അടിപൊളിയാണെന്ന് പറയില്ല, കാരണം എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. ഫിലിമിന്റേത് എന്തെങ്കിലും റെഡിയാകുമ്പോൾ പറയാമെന്നും ജാസ്മിൻ വീഡിയോയിൽ പറയുന്നുണ്ട്.